സണ്ണി ലിയോണിന്റെ ജീവിതം സിനിമയാക്കുന്നു. ശ്രീവിദ്യ, സിൽക്ക് സ്മിത, സണ്ണി ലിയോൺ. പട്ടിയെ കണ്ടിട്ട് ചെറിയ അമ്പരപ്പ് തോന്നുന്നുണ്ടല്ലേ? ശ്രീവിദ്യയും സിൽക്ക് സ്മിതയും പോലെ സണ്ണി ലിയോണിന്റെയും ജീവിതം സിനിമയാക്കുന്നു. ചെറിയൊരു വ്യത്യാസം മാത്രം. ശ്രീവിദ്യയും സിൽക്കും മരിച്ചതിനു ശേഷമാണ് സിനിമയായതെങ്കിൽ സണ്ണി ലിയോൺ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഫിലിമാകുന്നത്. കാനഡ കേന്ദ്രമാക്കിയുള്ള ഒരു നിർമ്മാണ കമ്പനിയാണ് ഇന്തോ കനേഡിയൻ അഭിനേത്രിയായ സണ്ണി ലിയോണിന്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്നത്. ഈ പ്രൊജക്ടിനായി സണ്ണി ലിയോണും ഭർത്താവ് ഡാനിയൽ വെബറും അടുത്ത 1.5 വർഷത്തേക്ക് ക്യാമറയുടെ മുന്നിലായിരിക്കും ജീവിക്കുക. ഇവരുടെ ജീവിതത്തിലെ എന്ത് കാര്യവും ചിത്രീകരിക്കാനുള്ള അവകാശമാണ് നിർമ്മാണ കമ്പനി വാങ്ങിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതിൽ എന്തൊക്കെയെടുത്ത് സിനിമയാക്കണമെന്നത് സംവിധായകന്റെ മനോധർമ്മം പോലെ ഇരിക്കും. പ്രൊജക്ട് ആരംഭിച്ചു കഴിഞ്ഞതായും ചിത്രീകരണം തുടങ്ങിയതായും സണ്ണി ലിയോൺ സ്ഥിരീകരിച്ചു. ഇന്തോ കനേഡിയൻ അശ്ലീല ചിത്രങ്ങളിലെ നായികയും മോഡലുമായ സണ്ണി ലിയോൺ ജിസം എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിലെത്തിയത്. ഐറ്റം ഡാൻസുകളിലൂടെയും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയും ബോളിവുഡ് ചിത്രങ്ങളിലെ ഭാഗമാവുകയാണ് സണ്ണി ലിയോൺ ഇപ്പോൾ. തെന്നിന്ത്യൻ മാദക നടിയായ സിൽക്ക് സ്മിതയുടെ മരണശേഷം 2 ചിത്രങ്ങളാണ് ഇവരുടെ കഥയായി പുറത്തിറങ്ങിയത്. വിദ്യാബാലൻ നായികയായ ഡേർട്ടി പിക്ചർ വമ്പൻ ഹിറ്റായപ്പോൾ വീണ മാലിക് പ്രധാന വേഷത്തിലെത്തിയ സിൽക്ക് സക്കാമക്ക അത്ര വിജയമായില്ല. രഞ്ജിത്ത് കഥ എഴുതി സംവിധാനം ചെയ്ത തിരക്കഥ ശ്രീവിദ്യയുടെ കഥയാണ് പറഞ്ഞത്. ഓരോ പ്രധാന വാർത്തയും ഇന്ന് തന്നെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.